അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് മക്കൾക്ക് സുഖമാണ്. ഞാൻ അടുക്കളയിലാണ്. രാവിലെ ചായ ഇടാനുള്ള ഒരുക്കം. എനിക്ക് ജോലിയില്ല, അറിയാലോ. എൻ്റെ വെട്ടുന്ന ആൾക്ക് ഒരു ചെറിയൊരു അപകടം പറ്റിപ്പോയി. അൽഹംദുലില്ലാ അദ്ദേഹം ഓക്കെയാണ്. പിന്നെ ഈ ചുമന്നത് എന്താണ് എന്ന് നിങ്ങൾക്കറിയാമോ? തവിടെണ്ണയാണ്. നമ്മൾ RCMലെ തവിടെണ്ണ. ഇതാണ് ഞാൻ ഫുഡിനൊക്കെ ഉപയോഗിക്കുന്നത്. ഞാൻ കൂടുതൽ RCMൻ്റെ സാധനങ്ങളാണ് ഞാൻ വീട്ടിൽ ഉപയോഗിക്കുന്നത്. നല്ല ഹെൽത്തിയാണ്. എൻ്റെ മുഷ്താഖ് മോൻ തന്നെ, ബേക്കിലോട്ട് നിന്ന മുഷ്താഖ് മോന് ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഈ RCMൻ്റെ ഒരു പൊടിയുണ്ട് കിഡ്സ്, അത് കൊടുത്തതിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അൽഹംദുലില്ലാ എൻ്റെ മൊറാഹത്താണ്. എൻ്റെ 3 മക്കളും ഞാൻ നല്ല കുബൂസൊക്കെ മേടിച്ചു കൊടുത്ത് നമ്മളെ മക്കളെ സുഖവും സന്തോഷത്തിന് വേണ്ടിയല്ലേ ജീവിക്കുന്നത്. അൽഹംദുലില്ലാ ഞാനും അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. പിന്നെ പടച്ചോന് ഏതെങ്കിലും രാവിലെ കാറ്റ് തുടങ്ങി ഏതെങ്കിലും ഒരു രീതിയിൽ പടച്ചോൻ ചെറിയ പരീക്ഷണം തന്നാലും എനിക്ക് അള്ളാഹു ഒരു വൈകിയാണെങ്കിലും അത് ദുആയിലൂടെ എനിക്ക് റബ്ബ് തന്നിട്ടുണ്ട്. അതാണ് എൻ്റെ റബ്ബ്, നമ്മുടെ അള്ളാഹുവിനടുത്ത് നമ്മൾ കരഞ്ഞ്, നിങ്ങൾക്ക് വീടില്ല എന്നുണ്ടെങ്കിൽ കരഞ്ഞ് അപേക്ഷിക്കൂ. പിന്നെ നമ്മുടെ ഭാഗത്തും കൂടെ നമ്മൾ നോക്കണം, എനിക്ക് എന്ത് ചെയ്താൽ വീട് വെക്കാൻ പറ്റും എന്ന് നോക്കിയിട്ട് നമ്മൾ സ്വയമായിട്ട് പരിശ്രമിക്കുക. പുച്ഛങ്ങളും പരിഹാസങ്ങളും നോക്കി, നാണക്കേട് നോക്കി നിന്നാൽ ഇന്ന് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് മക്കൾ കിടക്കുന്നത്, നമ്മുടെ പാരമ്പര്യം നിലനിർത്തി കൊണ്ടുപോകണം. അൽഹംദുലില്ലാ റാഹത്താണ്. ഇനി വീടിൻ്റെ ഭിത്തിയിൽ വെള്ളമൊക്കെ ഒഴിക്കണം. പിന്നെ നമ്മൾ രാജകുമാരിയിൽ നിന്നാണ് മേടിച്ചത്. മോട്ടർ നിറഞ്ഞ് നമ്മുടെ ആ കിണറില്ലേ, ഈ വെള്ളം ആ കിണറിൻ്റെ ആ ഗ്യാപ്പിൽ കൂടെ അങ്ങ് കിണറ്റിലിറങ്ങും. അപ്പോഴിനി ആളോടി കെട്ടണം, എന്നുവെച്ചാൽ ചുറ്റാകെ കെട്ടണം. പിന്നെ ഒരിക്കലും ഒരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിച്ചതല്ല. ഒരിക്കലും ഞാൻ എൻ്റെ ഭർത്താവിനെ എങ്ങനെ സ്വപ്നം കാണുന്നില്ല. എൻ്റെ ഷംസു മരണപ്പെട്ടു പോയി. എൻ്റെ ഷംസുവിനെ 2 ദിവസം കൊണ്ട് എൻ്റെ അടുത്ത് വന്ന് ചിരിക്കുന്നതാണ് സ്വപ്നം കാണുന്നത്. പിന്നെ കലങ്ങിയ വെള്ളം, സുനാമി, അങ്ങനെയൊക്കെയാണ് കാണുന്നത്. പഠിച്ചോൻ എൻ്റെ ഇക്കാക്ക് ഇങ്ങനെ സംഭവിച്ചു പോയി. ആരെന്തൊക്കെ പരിഹസിച്ചാലും എനിക്കറിയാം അദ്ദേഹത്തിനൊരു തെറ്റ് പറ്റിപ്പോയി. അദ്ദേഹം അത് സ്വയമായിട്ടങ്ങ് തിരുത്തി. എന്തായാലും മക്കളുണ്ടല്ലോ പാരമ്പര്യം നിലനിർത്താൻ. ഞാൻ പൊന്നുപോലെ നോക്കും, പൊന്നുപോലെ. എൻ്റെ ഇളയ മോൻ ചോദിക്കും, വാപ്പച്ചി മരിച്ചു പോയി അല്ലേ അമ്മ, വാപ്പച്ചി എവിടെ വെച്ച് കാണും അമ്മ? എന്തുത്തരം പറയും? ആർക്കും പടച്ചവന് ഈ അവസ്ഥ വരുത്തരുതേ റഹ്മാനെ. ഒരു വാപ്പായും ഉമ്മായും ചെയ്യേണ്ടുന്ന കാര്യം ഞാൻ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. എന്നെപ്പോലെ ഒരുപാട് ഇത്താമാര് മെസ്സേജ് അയക്കും, മോളെ എനിക്ക് എൻ്റെ കുട്ടികൾക്ക് വാപ്പയില്ല മോളെ, അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് മോളെ, നിൻ്റെ വീഡിയോസ് കാണുമ്പോഴായിരിക്കും ഞാൻ സന്തോഷിക്കുന്ന മോളെ എന്നൊക്കെ. ഞാൻ പറഞ്ഞു, ഒരുപാട് ഞാൻ കരഞ്ഞു. എന്നെ തിരിഞ്ഞു നോക്കാൻ ആരുമില്ലായിരുന്നു, ഒരുപാട് ഞാൻ കരഞ്ഞു. പക്ഷേ ഇന്ന് ഞാൻ അൽഹംദുലില്ലാ റാഹത്താണ്. എനിക്കൊരു അടുക്കളയും കൂടെ സെറ്റായാൽ അൽഹംദുലില്ലാ. പിന്നെ മക്കൾക്ക് സ്കൂളിലൊക്കെ പോകണം. പിന്നെ നമ്മൾ RCM പ്രോഡക്റ്റിൽ പഞ്ചസാര ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് തേയിലയൊക്കെ മേടിക്കണം. RCMൻ്റെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ? പണി നോക്കണം, ഒരു സ്ഥിരം പണി നോക്കണം ഇൻഷാ അല്ലാ. പിന്നെ എൻ്റെ റബ്ബ് എന്നെ രോഗം കൊണ്ട് പരീക്ഷിച്ച്, ദാമ്പത്യം തന്നില്ല, നിങ്ങൾ കേട്ടോളി, ഒന്നും തന്നില്ല. മക്കളെ തന്നു, പട്ടിണി തന്ന് പരീക്ഷിച്ച്, ഒന്നും പുതിയൊരു ഡ്രസ്സ് പോലും ഇല്ലാത്ത കീറിയത് കൊണ്ട് പരീക്ഷിച്ച്. അപ്പോഴും ഞാൻ എന്താണ് ചെയ്തതെന്നറിയാമോ? ക്ഷമിച്ച്, പടച്ചവനെ നീ എൻ്റെ അടുത്ത് എന്താ ഇത്ര ക്രൂരത എന്ന് ഞാൻ മനസ്സിൽ ക്ഷമിച്ച് പറഞ്ഞു. അള്ളാഹു എനിക്ക് വൈകിയാണെങ്കിലും ഒരു സന്തോഷം തന്നു എൻ്റെ മക്കളിലൂടെ, നിങ്ങളിലൂടെ. എനിക്ക് ഈ യൂട്യൂബ് ചാനൽ കൊണ്ട് ആരെ ഈബത്ത് പറഞ്ഞിട്ടോ ഒന്നും കിട്ടാനില്ല. എൻ്റെ മരിച്ചുപോയ ഭർത്താവിനെ ഈ ലോകത്ത് എവിടെയെങ്കിലും ഇരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞേനെ, ഇക്ക നിങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ എങ്കിലും പറഞ്ഞേനെ, ഇക്ക നിങ്ങൾ തിരികെ വരണേ ഇക്ക. ഞാൻ അന്ന് ലാസ്റ്റ് എന്നെ ഇക്ക വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, എന്നെക്കൊണ്ട് പറ്റണില്ല, ഇവരെ നാട്ടുകാർ ചോദ്യങ്ങൾക്ക് ഉത്തരം എനിക്ക് പറ്റണില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പടച്ചോയ് അള്ളാഹു തിരിച്ച് വിളിച്ച്, നമ്മളെല്ലാവരും വിളിക്കുമ്പം പോയല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഭർത്താവിൻ്റെ പേരിൽ കള്ളം പറഞ്ഞു എന്നെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട.
എൻ്റെ ദാമ്പത്യം നഷ്ടമായിപ്പോയി. ഞാൻ ആരെയും തേടിപ്പോണില്ലല്ലോ. എൻ്റെ മക്കളെ നോക്കി എല്ലാം നോക്കി ഞാൻ ഇതുവരെ ആരുടെ ഒളിച്ചോടി പോയിട്ടില്ല. പല വീഡിയോസിലും പല മറുപടികൾക്കും എനിക്ക് പറയാൻ പുച്ഛം തോന്നുക. കാരണം എൻ്റെ മകള്, എൻ്റെ ആൺമക്കൾ, അവന്മാർക്ക് ഒരു ഭാവിയുള്ളതാണ്. അവർ സമൂഹത്തിലിറങ്ങി നിൽക്കേണ്ടിയുള്ളതാണ്. അപ്പോൾ യൂട്യൂബ് ചാനൽ ഞാൻ ഇല്ലാണ്ടായിപ്പോയാൽ എൻ്റെ 3 മക്കളും മസ്റൂറ ഫാത്തിമയിലൂടെ തന്നെ ചാനൽ മുന്നോട്ട് പോകും. ഞാൻ ഒരു വാക്ക് ഇച്ചി പോന്ന് എൻ്റെ മക്കളെ പറയൂല. എന്ത് മക്കൾ പറഞ്ഞാലും ഉമ്മി വാങ്ങിത്തരാം ഇൻഷാ അല്ലാഹ്. ഇന്നലെ കുബൂസ് പഠിക്കാൻ ഒരാൾ പൈസ അയച്ചു തന്നു. അൽഹംദുലില്ലാഹ്. മക്കളെ സന്തോഷം കാണണം. അതിനു മുമ്പ് കുറച്ച് ദിവസത്തിന് മുമ്പ് ഒരു 300, അത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് ഈ സാധനം മേടിച്ച് എൻ്റെ മക്കൾക്ക് കൊടുത്തത്. എൻ്റെ മക്കൾ ഹാപ്പിയാണ്, എൻ്റെ കാക്കാൻ്റെ കുട്ടി ഹാപ്പിയാണ്. നമ്മൾ ആർക്കും ഒരു പക്ഷാഭേദവും കാണിക്കുന്ന ഒരു വ്യക്തിയല്ല. ഉമ്മ ഹാപ്പിയാണ്. കാരണം ഒരു മോള് വാടകയ്ക്ക് കിടന്ന് 3 മക്കളെയും കൊണ്ട് ഉയരെരിഞ്ഞു. സ്വന്തം തള്ളയും തന്തേരെയും തണലുണ്ടല്ലോ. എൻ്റെ വാപ്പാക്ക് ആയുസ് നടന്നു പോകുന്നിടത്തോളം എന്നെ പട്ടിണിക്കിടൂല. എൻ്റെ വാപ്പായും എൻ്റെ ആൾക്കാരും എനിക്ക് പട്ടിണിയാണ് എന്ന് പറഞ്ഞാൽ പോലും ഇടൂല. അപ്പോൾ എൻ്റെ ആൾക്കാരും എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സും എന്നെ ഒരുപോലെ ചേർത്ത് പിടിച്ചാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെല്ലാം ഇവിടെ നിന്ന് ഉപേക്ഷിച്ച് പോകും. എല്ലാം മക്കൾ നമ്മളിവിടെ കാണൂല. നമ്മൾ ചെയ്ത ഇൽമ് അറിവ് മാത്രമേ നമ്മളിൽ കാണൂ. റബ്ബ് കാറ്റുകൊണ്ട് പരീക്ഷിക്കും, തീ കൊണ്ട് പരീക്ഷിക്കും, വെള്ളം കൊണ്ട് പരീക്ഷിച്ച്. എന്നിട്ട് ജനം മാത്രം പഠിച്ചില്ല. അതുകൊണ്ട് ഈ ജനത്തിൻ്റെ അടുത്ത് എനിക്ക് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ. സ്വന്തമായിട്ട് വീഡിയോ ചെയ്യുക. മറ്റുള്ളവരെ അയിബത്തും കുറ്റങ്ങളും ഞാനിനി എന്തോ ആയിക്കൊണ്ട് പോട്ടെ. എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ മുമ്പിൽ ഞാൻ എങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. എൻ്റെ ആലിമിന് പഠിച്ച ഒരുപാട് കൂട്ടുകാരെ എനിക്ക് തിരിച്ച് കിട്ടി. പിന്നെ മസ്റൂറ മോൾ, അവൾക്കൊരു സൗഭാഗ്യത്തിലും അവൾ വളർന്ന മോളല്ല. അവൾ ഇനിയെങ്കിലും ഒന്ന് ചിരിച്ചോട്ടെ. അവളെ മുഖങ്ങൾ കണ്ട എൻ്റെ ദുഃഖം കണ്ടിട്ടാണ് എൻ്റെ കുട്ടി വളർന്നത്. അവളൊന്ന് ചിരിച്ചോട്ടെ. നാളെ അന്യോൻ്റെ വീട്ടിലും അള്ളാഹു എന്നെപ്പോലെ ആക്കാതെ അവൾക്ക് ഹൈറായ ജീവിതം കൊടുക്കട്ടെ. ഇത്രയും വീഡിയോസ് ചെയ്തല്ല ഏതെങ്കിലും ഒരു വാപ്പ തേടി വന്ന പറയുമ്പം കറക്റ്റ് ആൻസറുകൾ കിട്ടുന്ന ചോദ്യത്തിനെ പറയാവും. അല്ലാതെ എൻ്റെ ജീവിതം വെച്ചിട്ടല്ല നിങ്ങൾ റീച്ച് ഉണ്ടാക്കേണ്ടുന്നത്. എൻ്റെ ജീവിതം വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ തന്നെ അനുഭവങ്ങളുണ്ട്. ഈ എൻ്റെ വീഡിയോസ് ചെയ്തേക്കുന്നതിൽ സ്വന്തം വീട്ടിലെ അനുഭവം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എനിക്ക് പുച്ഛം തോന്നിയാണ് സ്വന്തം മക്കളെ കുറിച്ചിട്ട്, പ്രായമില്ലാത്ത കുട്ടികളെ കുറിച്ചിട്ട് അനാവശ്യം പറയുക. എൻ്റെ മസ്റൂമോളെ വീഡിയോസ് മസ്റൂമോളെ എല്ലാവരും കാണുന്നതാണ്, ടീച്ചേഴ്സ്, സ്കൂൾ സ്റ്റുഡൻസ് എല്ലാം. അപ്പം നിങ്ങളെന്തരാ വിചാരിച്ചത്? എന്നെ ആരെങ്കിലും ഒരു കണ്ടൻറ്റ് വേണ്ടേ? നിങ്ങൾ ചെയ്തോ, കുട്ടികളുള്ളതാണ്, അത് ഓർത്ത് നിങ്ങൾ ചെയ്തോ. എനിക്കിപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ആരെയും ഒളിച്ചും പാത്തും പ്രേമിച്ചിട്ടില്ല, ഇറങ്ങി ഓടിയിട്ടുമില്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ മക്കൾ ഹലാല് മക്കൾ, എൻ്റെ മക്കൾ എൻ്റെ കയ്യിൽ സുരക്ഷിതം. അള്ളാഹു എൻ്റെ കയ്യിൽ എൻ്റെ മക്കൾ അറിഞ്ഞു തന്നത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഒരു മാനസിക രോഗിയാകാതെ ഇവിടം വരെ എത്തിയത്. പിന്നെ ഇന്നലെ കുബൂസ് തിന്നിട്ട് എൻ്റെ മക്കൾ എന്നെ കെട്ടിപ്പിടിച്ച് മുത്തിയത് കാണണം. ഉമ്മച്ചിയെ ഇട്ടോണെന്ന്. ഉമ്മച്ചിയെ ഉറങ്ങണണ്ട, ഇനിയൊക്കെ ഞാൻ ഒന്ന് വളർത്തിയെടുത്തോട്ട്. ചുമ്മാ എന്നെ ദ്രോഹിക്കരുത്. എനിക്കൊന്നാമത് BP പ്രശ്നമൊക്കെ ഉള്ളതാണ്. ഞാൻ വളർത്തിയെടുത്തോട്ട് എൻ്റെ പൊന്നുകളാണ്. ഇതൊക്കെ ഞാൻ ഉപേക്ഷിച്ച് ഈ ദുനിയാവിൽ നിന്ന് പോകും. ഞാൻ ഇവിടെ 100 വർഷമൊന്നും ജീവിക്കൂല. ആയുസിൻ്റെ പകുതി കഴിഞ്ഞ് ഇനി കുറച്ച് കാലമെങ്കിലും ഇത്രയും നാൾ കണ്ണീരോടുകൂടി ജീവിച്ച് ഇനി എൻ്റെ മക്കളൂടെ ഞാൻ ഇത്തിരി ഒന്ന് സന്തോഷത്തിൽ ജീവിച്ചോട്ടെ. ഇത്രയും നാൾ ദാമ്പത്തിക മോശമായിരുന്നു. എല്ലായിടത്തുനിന്ന് ഇടിയും കൊണ്ടിട്ട് വയ്യ. ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നുള്ള അടിയായാലും ഇടിയായാലും ചവിട്ടായാലും വയ്യ. അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തിരി കാലം സ്വന്തമായിട്ടൊരു വീടായല്ലേ, ഞാൻ ഒന്ന് സന്തോഷമായിട്ടിരുന്നോട്ട്. നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സപ്പോർട്ട് ചെയ്യും. കാരണം 2 ലക്ഷം രൂപയുടെ മുതലുള്ളത് കൊണ്ട് എനിക്ക് എങ്ങും ഓടാനൊന്നും അല്ല പറ്റണം. അത് അവൾക്ക് അള്ളാഹു ഒരാളെ കരങ്ങളാൽ കൊടുത്ത് അവർ മസ്റൂമോളെ കൊടുത്ത് അവൾ സന്തോഷമായിട്ട് അതിട്ടുകൊണ്ട് നടക്കട്ടെ. അതിട്ടെന്നും പറഞ്ഞിട്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തീരുന്നില്ലല്ലോ. അള്ളാഹു അവൾക്ക് കൊടുക്കുന്നതൊക്കെ കൊടുക്കട്ടെ. എനിക്ക് എൻ്റെ മക്കൾ തന്നെയാണ് നമ്മുടെ ജീവനും ജീവിതവും എല്ലാം. ഇവരുള്ളത് കൊണ്ട് ഞാൻ ജീവിക്കുന്നു. നമ്മളെല്ലാവരും മക്കളിലാണ് നമുക്ക് പ്രതീക്ഷ.
നമ്മളെ കുറ്റങ്ങളൊന്നും ആരെയും പറയരുത്. നാവ് നമുക്ക് പല രീതിയിലും നിൽക്കും. ശൈത്താൻ്റെ ഇതുകൊണ്ട് നീ പറയടി, നീ കാണിച്ചോ, കുഴപ്പമില്ല എന്ന്. പക്ഷേ ഉണ്ടല്ലോ ആ ദുഃഖം മസ്റൂ മോളെയൊക്കെ എത്രത്തോളം കുഞ്ഞു മനസ്സ് നോവിച്ച റബ്ബ് സഹിക്കൂല. ഫ്രിഡ്ജിലൊന്നും ഒന്നുമില്ല, ഇനിയൊക്കെ എല്ലാം മേടിക്കണം, അടുക്കള കെട്ടിയിട്ട് വേണം. പിന്നെ ഇത്രയൊക്കെ ഉള്ളു വിശേഷങ്ങൾ. ഇൻഷാ അള്ളാ വൈകിട്ട് മക്കൾ ഒത്തിട്ടൊരു വീഡിയോ വരാം. മോൾക്ക് മദ്രസ ഉള്ളതുകൊണ്ടാണ് വൈകിട്ട് വീഡിയോ പിടിക്കാൻ പാട്. അപ്പോൾ ഇൻഷാ അള്ളാ നമുക്ക് കാണാം. എൻ്റെ മക്കൾ ഇതാ വന്ന് നിൽക്കുന്ന ഇന്ന മോളൊക്കെ. അസ്സലാമു അലൈക്കും. മച്ചായും അനിയത്തിയും തരാണ്, കയറി വരി. അസ്സലാമു അലൈക്കും. സലാം അടക്കി. വരി, ഇങ്ങോട്ട് വരി. മച്ചായും ഒക്കെ. അപ്പോൾ ടാറ്റ പറഞ്ഞു കൊടുക്കുക എല്ലാവർക്കും. അവർ വെളുപ്പാങ്കാലത്ത് എണീക്കുന്ന ആൾക്കാരാണ്. അത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.